സീനിയറാണ്. അനിയനെ കണ്ട് നല്ല പരിചയം. ആരെങ്കിലും അതുപോലെ അനിയനെയും കൂട്ടിക്കോളാം. അനിയനെയും കൂട്ടാ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഡാൻസ് കളിക്കുന്നതാണ്. ഞാനിങ്ങനെ മറിച്ചിടുന്ന സമയമല്ല, ഇപ്പൊ കോരുന്ന സമയമാ. ഓഫ് ചെയ്തേക്കാം, കരിയും അത്. അപ്പോൾ നമ്മുടെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് പോകാം. ഈ പായസം ബാക്കിയുള്ള അനിയൻ നല്ല സഹായമാണല്ലേ. പിന്നെ അനിയൻ കണ്ട നല്ല പരിചയം. അനിയൻ നല്ല സഹായമാണല്ലോ. മേരീഡ് ആണോന്നോ? ആ ഷോ അല്ലായിരുന്നു അല്ല, ഞാൻ മാരീഡ് അല്ല. ഒരു വൈഫുണ്ട് കേട്ടോ. തലക്കിട്ടടിക്കുന്നതാണ് ലൈവ് കണ്ടിട്ട്. മാരീഡ് അല്ലെന്ന് പറയുന്നത്. മാരീഡ് അല്ല, ആക്ച്വലി അതൊരു ലിവിങ് ടുഗദർ ആണ്. മാരീഡാണ്, ഭാര്യ ഞാനാണ്, കൊച്ചിന്റെ അച്ഛനും കൂടെ. വായോട് തലക്കിട്ടടിച്ചില്ല. അപ്പോൾ തലക്കെട്ടടിയും കൂടെ ഇപ്പോൾ നടന്നേനെ. അനിയൻ അത് കഴിച്ചിട്ടൊന്നും ഇല്ല. വൈഫിനെ കാണിക്ക്. വൈഫാണിപ്പോ വന്ന് പൊട്ട് പോയത് വെച്ചിട്ട്. ആരോടാണോന്ന് ചോദിച്ചേന്. വൈഫിനെ കണ്ടായിരുന്നോ? അനിയൻ മാരീഡ്. ഒരാൾ പറയാം ഞാൻ മാരീഡ് അല്ലെന്ന് കേട്ടോ. ആര് പറഞ്ഞു വിളിച്ചേ? പിടിക്കാനോ അങ്ങോട്ട് പോയത് എനിക്ക് ഞാൻ സഹായിക്കും. വൈഫിനെ കാണിക്കാനാ. ഇതെന്റെ സ്വന്തം പെങ്ങളാണ്. എനിക്ക് 22 ആയതേ ഉള്ളൂ. ഈ ജൂൺ 25-ാം തീയതി ആകുമ്പോ 30 വയസ്സ് പൂർത്തിയാവും. 22 29 വയസ്സ് പൂർത്തിയാവും. എല്ലാം കഴിയുമായിരുന്നു എന്റെ ഭർത്താവ്. ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താവ്. ഞാൻ പോയി. എന്താണ് ജോലി പറയാം? ജീവിതത്തിൽ അടുത്ത് വിട്ടുവയ്ക്കാൻ പറ്റോട്ടമാണ്. ശരിക്കും ആയിരിക്കും അതിനിടയിൽ കിട്ടുന്ന ഒരു ചെറിയ സമയമാണ് ദയവിടുന്നത് അല്ലേ. എനിക്ക് ഇഷ്ടമായി. ഞാൻ ടീച്ചറാണ്. അനിയന്റെ കൊച്ചാണ്, മാരീഡ് അല്ലാത്ത അനിയന്റെ കൊച്ചാണ്. ഇതിനിപ്പം 4 മാസം കൂടെ കഴിയുമ്പോൾ 2 വയസ്സാണ്. പെങ്ങളൊക്കെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും കണ്ടല്ലോ ഇവിടേക്കാണ് ഇവിടുത്തെ. ഞാൻ എന്തായാലും പൊരിച്ച് വെച്ച സാധനങ്ങളൊക്കെ കാണിക്കാവേ. വേണ്ടേ ഇത് കണ്ടല്ലോ. മുളക് ബജി, കിഴങ്ങ് ബജി, വാഴയ്ക്കപ്പം. 2 വാക്ക് പറയട്ടെ. പൊസസീവ്നെസ് ഭാര്യമാരിൽ നിന്നും എൻ്റെ ഭാര്യ വ്യത്യസ്തമായി നിൽക്കുന്നു. അതെന്താ? പൊരിസാധനം കഴിഞ്ഞിരിക്കുകയാണ്. എത്ര ഉണ്ട്? ഇപ്പൊ എല്ലാരും വന്നിട്ടുണ്ട്. ചൂട് എന്ന് പറഞ്ഞാൽ ചൂടിച്ച് കറിയാനായിട്ട് ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ചൂടായിരുന്നേ. ഇപ്പൊ ചൂടിച്ച് മാറാനായിട്ട് ഇവിടെ ഇരിക്കും. എത്ര നേരം അടുക്കളയിൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കാന്ന് പറയുന്നു. ഓർക്കും പിന്നെ ചൂട് ചൂട് ചൂട്. പിന്നെ
ഇവനാണ് ഹിമ